ആത്മനേ വൈകല്ലേ കാണുവാ വാഞ്ചയാ രാവിലും പകലിലും എന്നോർമ്മയിൽ നീ മാത്രമാ. ആത്മനേ വൈകല്ലേ കാണുവാ ആശയാ രാവിലും പകലിലും എന്നോർമ്മയിൽ നീ മാത്രമാ. ദൈവ കുഞ്ഞാടേ സ്തുതിക്കു യോഗ്യനേ മാറാത്ത സ്നേഹിതനേ. അങ്ങേ പാടുമ്പോൾ അങ്ങേ വാഴ്ത്തുമ്പോൾ ഞാൻ എത്ര ഭാഗ്യവാൻ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പക്ഷെ ഇവിടെ പറയാണ്, എൻ്റെ പുത്രന്മാർ വേറെ ഒരു ഗ്രൂപ്പും കൂടെയാണ്. എന്താണ്? സമാധാനം ഉണ്ടാക്കുന്നവർ. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവർക്ക് ഞാൻ കൊടുക്കുന്ന പൊസിഷൻ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഈ അനേകർ പ്രോബ്ലം മേക്കറാണ്. എന്നാൽ ചില വീട്ടിലുണ്ട് ചിലർ ഇങ്ങനെ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനകത്ത് ചിലരുണ്ട് സൊല്യൂഷൻ മേക്കറാണ്, പരിഹാരം ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, സമാധാനം കളയുന്നവരല്ല, സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ന് ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്തൊക്കെ ഒത്തിരി പ്രശ്നം ഉണ്ടായിരിക്കും, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്തൊക്കെ ഒത്തിരി പ്രശ്നം ഉണ്ടായിരിക്കും. ആ പ്രശ്നങ്ങളെ വിവരിച്ച് അറിയാത്തവരോടൊക്കെ പറഞ്ഞ് അത് വലിയ പ്രശ്നമാക്കരുത് കേട്ടോ. മറ്റുള്ളവർക്ക് പ്രോബ്ലം ഉണ്ടാകുന്ന വിഷയങ്ങൾ അതിനെ കഴിവതും ഒതുക്കി ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു ഹൃദയം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ദൈവമക്കളാണ്. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനത്തിൻ്റെ മക്കളാണ്. അതെന്താ അങ്ങനെ? നമ്മുടെ ദൈവത്തിൻ്റെ പേര് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു. ദൈവത്തിൻ്റെ പേര് തന്നെ സമാധാനത്തിൻ്റെ പ്രഭു എന്ന. മറ്റൊരു വാക്കുണ്ട്, സമാധാനത്തിൻ്റെ ദൈവം തന്നെ. സ്തോത്രം. നിങ്ങൾക്ക് സമാധാനം. യേശു പ്രത്യക്ഷപ്പെട്ട എല്ലായിടത്തും ആദ്യത്തെ വാക്കാണ് നിങ്ങൾക്ക് സമാധാനം. സമാധാനം. അവൻ ക്രൂശിൽ വെച്ച് എന്തുണ്ടാക്കി? സമാധാനമുണ്ടാക്കി. ആമേൻ. അവൻ തമ്മിൽ സമാധാനമുണ്ടാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ പേര് തന്നെ ദൈവം ഉണ്ടാക്കിയത് സമാധാനമാണ്. ആമേൻ. ഇന്ന് ഈ തിരുവചനം പറയുമ്പോൾ സമാധാന പുത്രനാകാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. വീടിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത് എല്ലാവരോടും പറഞ്ഞും പരത്തിയൊന്നും പ്രശ്നങ്ങൾ വഷളാക്കുന്നവരായിരിക്കരുത്. നിങ്ങൾ ഒരു സൊല്യൂഷൻ മേക്കറായിരിക്കണം, ഒരു പ്രോബ്ലം മേക്കറാകരുത്. നിങ്ങൾ നിമിത്തം ആരും തകരരുത്. പല കാര്യങ്ങളും ഹിഡനാക്കേണ്ടടുത്ത് ഹിഡനാക്കണം. ഇതൊരു അഡ്വൈസ് ആണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. നമുക്ക് ഈ വചനം പറയുമ്പം അങ്ങനത്തെ ദൂതുകളെ നമുക്ക് കൈമാറാൻ പറ്റത്തുള്ളൂ. കാരണം ദൈവവചനം ചിലത് ശുദ്ധീകരിക്കാനുള്ളതാണ്, ഗുണീകരിക്കാനുള്ളതാണ്, ശിക്ഷണത്തിനുള്ളതാണ്,
ആശ്വാസത്തിനുള്ളതാണ്, ബുദ്ധി ഉപദേശത്തിനുള്ളതാണ്. ഇപ്പം ദൈവവചനത്തിനകത്ത് എല്ലാം ഉണ്ട്. ചിലത് നമ്മെ പണിയാനുള്ളതാണ്, ചിലത് നമ്മളെ പെർഫെക്റ്റ് ആക്കാനുള്ളതാണ്. അപ്പോൾ ഈ വചനത്തിലൂടെ ദൈവം നമുക്കൊരു നല്ലൊരു ഉപദേശം തരിക, സമാധാനമുണ്ടാക്കണം. അതെന്താണ്? അങ്ങനത്തെ ഒരു ക്വാളിറ്റി നിങ്ങൾക്കുണ്ടോ? കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ ചെല്ലുമ്പോൾ ചെല്ലുന്നുടനെ പറയണം നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് അടുത്ത വാക്ക് പറയണം അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ അവരുടെ അകത്തേക്ക് അത് വരും. ഈ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ദൂതുകളൊക്കെ വരുന്നത് സമാധാനം ഉണ്ടാക്കുന്നവരിലേക്ക് പറയാണ്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുക, അവിടെ ഒരു സമാധാനം ഉണ്ടാക്കുന്ന പുത്രനുണ്ടെങ്കിൽ അവരിലേക്ക് അതങ്ങ് വരും. അപ്പോൾ നിങ്ങൾ ഒരു സമാധാനം ഉണ്ടാക്കുന്നവരാണോ? ദൈവത്തിൽ നിന്ന് വരുന്ന എല്ലാം നിങ്ങളിലേക്ക് വരും. കിലോമീറ്റർക്കപ്പുറത്ത്, രാജ്യങ്ങൾക്കപ്പുറത്തായിരിക്കും, ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തായിരിക്കും. ഇവിടെ നിന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ മുന്നിൽ വരും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് പുതിയ ഡോറുകൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ആത്മീയ സന്തോഷം, ഭൗതിക സന്തോഷം, കുടുംബത്തിനകത്ത് സന്തോഷം, തലമുറയ്ക്കകത്ത് സന്തോഷം, ജോലിയിൽ സന്തോഷം, ആരോഗ്യത്തിൽ സന്തോഷം, കുടുംബജീവിതത്തിൽ സന്തോഷം, എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഞാനിങ്ങനെ പറയുന്നത് നിങ്ങളുടെ മേൽ വന്നു വീഴണമെങ്കിൽ നിങ്ങളൊരു സമാധാനപുത്രനായിരിക്കണം. ചില പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സമയമായി കേട്ടോ. ഇനി ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കരുത്. അവരിങ്ങ് വന്ന് ക്ഷമ ചോദിക്കട്ടെ. നോ, ദൈവത്തില നീ, ദൈവപുത്രനാണ് നീ. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും വലിയ സന്ദേശം അത് ക്രൂശിൻ്റെ സന്ദേശമാണ്. ആ ക്രൂശിലേക്ക് പോയപ്പോൾ കേട്ടൊരു സന്ദേശമല്ലേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ലോകത്തിലെ ഏറ്റവും വലിയ സന്ദേശം ക്ഷമയുടെ സന്ദേശം. ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം തന്നെ അടിച്ച, തന്നെ ക്രൂശിച്ച കയ്യഫാവിൻ്റെ അടുക്കലോ ഹന്നാവിൻ്റെ അടുക്കലോ ഒന്നും പോയി പ്രത്യക്ഷപ്പെട്ടില്ല. മറിച്ച് തന്നെ കാത്തിരുന്ന ആ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ക്ഷമയുടെ ഒരു ഹൃദയം, സമാധാനത്തിൻ്റെ ഒരു ഹൃദയം. യെസ്, നിങ്ങൾ നിമിത്തം നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ പോവുകയാണ്. ചിലർ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോഴേ സമാധാനമാണ്. ചിലരോട് സംസാരിക്കുമ്പോഴേ നമുക്ക് സമാധാനം. കാരണം അവരുടെ മേൽ ഈ സമാധാനത്തിൻ്റെ ആത്മാവുണ്ട്. നിങ്ങളുടെ മേൽ ദൈവം തരാൻ പോകട്ടോ. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ നിമിത്തം സോൾവ് ആകും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ നിമിത്തം സോൾവ് ആകും. നിങ്ങളുടെ ചേർച്ചിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ നിമിത്തം സോൾവ് ആകും. കഴിഞ്ഞ നാളുകളിൽ തകർന്നു പോയ, ഉടഞ്ഞു പോയ, എന്തിന് 2 ദിശയിൽ ഡൈവോഴ്സായി പോയ ചിലതിനെയൊക്കെ വീണ്ടും കർത്താവ് അത്ഭുതകരമായി ചേർക്കാൻ ദൈവം നിങ്ങളെ ഒരുക്കും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ആമേൻ. കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കട്ടെ. നിങ്ങളുടെ മേൽ ഇന്നൊരു പുതിയ അഡ്രസ് ദൈവം ഇടുകയാണ്. സമാധാനമുണ്ടാക്കുന്നവർ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ, ഇന്ന് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സമാധാനമുണ്ടാക്കുന്ന ഒരു തലമുറയാക്കി അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. കർത്താവെ, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. കർത്താവെ, ഞങ്ങളുടെ ദൈവം സമാധാനത്തിൻ്റെ പ്രഭുവാകുന്നു. കർത്താവെ, ഞങ്ങളെ അങ്ങനെ അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിൽ കർത്താവെ സമാധാനമുണ്ടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. തകർന്ന ജീവിതങ്ങൾ ഒന്നിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അവരുടെ ജീവിതങ്ങളെല്ലാം കർത്താവ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഇതൊരു സമാധാനത്തിൻ്റെ മകനായിരിക്കാൻ സ്തോത്രം. ഇതൊരു സമാധാനത്തിൻ്റെ മകളായിരിക്കൽ സ്തോത്രം. ഈ കുടുംബം ഒരു സമാധാനത്തിൻ്റെ കുടുംബമായിരിക്കൽ സ്തോത്രം ചെയ്യുന്നു. ഈ സഭ ഒരു സമാധാനത്തിൻ്റെ സഭയാകാൻ ഒന്നിനായി സ്തോത്രം. ചില കലഹങ്ങളും ചില വഴക്കുകളും ഒക്കെ ഇന്നത്തോടെ നിർത്തുന്നതിനായിട്ട് സ്തോത്രം. ചില ക്ഷമയും ആമേൻ, ചിലയിടത്ത് പൊറുക്കുവാനുള്ള കൃപയും കൊടുക്കുന്നതിനായി സ്തോത്രം. ഇവർ നിമിത്തം ചില വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനായി സ്തോത്രം. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവകൃപയും അനുഗ്രഹവും ഇവരുടെ മേൽ കർത്താവ് അയക്കട്ടെ. ഉയർത്തി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ദൈവത്തിൻ്റെ സമാധാന പുത്രന്മാരാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തോടെ ആയിരിക്കുക. ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നു. ഈ മെസ്സേജുകൾ അനേകരിലേക്ക് എത്തിക്കണേ. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.